welcome back to my channel. My name is Anjana. My channel name is Illolam. അപ്പോൾ ഗൈസ്, ഞാൻ എന്ത് വീഡിയോ ചെയ്യണം ഇന്ന് എൻ്റെ ആത്മഗതം സംസാരിക്കാൻ വേണ്ടി ആലോചിച്ചപ്പോൾ നോക്കിയപ്പോൾ US റിലേറ്റഡ് വീഡിയോ ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ കിഡ്സുമായിട്ട് US പോയ ട്രിപ്സിനെ പറ്റി ഒരു യാത്രാ അവലോകനം നടത്താമെന്ന്. ഗൈസ്, ട്രാവലിംഗ് വിത്ത് കിഡ്സ് എന്ന് പറയുന്നത് ഒരു വളരെ വിശാലവും വിപുലവുമായ ഒരു ടോപ്പിക്കാണ്. സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മണിക്കൂറുകളോളം ഡിബേറ്റ് ചെയ്യാം. ചെറിയ കുട്ടികളെ കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ആരും ഒരിടത്തും പോകില്ല. 1 വയസ്സാവുന്നത് വരെ വീട്ടിൽ തന്നെ ഇരിക്കും. ഡേ കെയറിൽ പോലും വിടൂല. എൻ്റെ കുട്ടികളെ ഞാൻ 1 വയസ്സ് വരെ ഡേ കെയർ വിട്ടിട്ടില്ല. ഞാൻ US രണ്ട് ഡെലിവറിയും, പക്ഷേ 2 പേരുടെയും ഡെലിവറിക്ക് 1 വയസ്സ് വരെയും അമ്മയും അമ്മായിയമ്മയും ഒക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. കാരണം അസുഖം അവിടെ ഫുള്ള് US കുട്ടികൾക്ക് ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല ഗൈസ്. ഇവിടെ നമ്മൾ കേട്ടിട്ടില്ലാത്ത പല രോഗങ്ങളാണ് അവിടെ വരുന്നത്. ഇവിടെ ഇപ്പോൾ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല ഹാൻഡ് മൗത്ത് ഡിസീസ്. അതായത് ഇവിടെയൊക്കെ എന്തോ കുരുകുരാന്ന് വരും ദേഹത്തൊക്കെ. പിന്നെ സ്റ്റൊമക് ബഗ്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ആ സ്കൂളിലുള്ള എല്ലാ പിള്ളേർക്കും വരും, വീട്ടിലുള്ള എല്ലാവർക്കും വരും. ഓഫീസിലും പോകാൻ പറ്റില്ല. ആകെ ഒരു ദുരിതമയമായുള്ള ഒരു ജീവിതമാണ് ഇവിടുത്തെ കാര്യം. എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെ തന്നെ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് എപ്പോഴും ചുമയും ജലദോഷവും അവിടെ പ്രത്യേകിച്ച് നമ്മൾ കാലിഫോർണിയയിലായിരിക്കുന്ന സമയത്ത് ഈ ചുമ എന്ന് പറയുന്ന ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഒരു 3-4 മാസം അപസ്മാരം പിടിച്ചതുപോലെ ഇങ്ങനെ നടന്ന എൻ്റെ ചുമ മാറണമെങ്കിൽ മാസങ്ങളോളം എടുക്കും. പിന്നെ ഓഫീസിലുള്ള ആൾക്കാരൊക്കെ വന്ന് ജ്വരമാണോ ടെസ്റ്റ് ചെയ്തോ എന്നൊക്കെ വന്ന് ചോദിക്കും. നാണം കേട്ടിട്ട് ഞാൻ പിന്നെ എന്തെങ്കിലും മറ്റേ മരുന്നൊക്കെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, ക്ലോവ്സില്ലേ, നമ്മുടെ ലഡുവിനകത്തിടുന്ന കറുത്ത സാധനം, അത് വായിലിട്ടിരുന്ന കുറച്ച് സമയം മരവിച്ച് പിന്നെ അതങ്ങ് അലിഞ്ഞലിഞ്ഞ് അവസാനമൊക്കെ ഞാൻ ആ വിദ്യമായിരുന്നു ഉപയോഗിച്ചത്. കാരണം AC-ലല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ വിൻ്റർ സമയം ആകുമ്പോഴത്തേക്ക് തണുപ്പും എല്ലാം കൂടെ ചുമ വന്നാൽ ഞാൻ മാറൂല. സോറി, സബ്ജക്റ്റ് ഇത് മാറിപ്പോയി, സ്ഥിരമുള്ള പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ട്രാവൽ വിത്ത് കിഡ്സ് ഗൈസ്. ഞാൻ എൻ്റെ മൂത്ത മകനെ വളരെ കാത്തു കെട്ടിയിരുന്ന് വളരെ നോറ്റുണ്ടായ പൊന്നോമണി കണ്ണനാണെന്ന് പലർക്കും അറിയാം. അപ്പം എന്തായാലും മൂത്ത മകനെയും കൊണ്ട് നമ്മൾ എപ്പോഴാണ് ട്രിപ്പ് പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മന്ത്സിൽ നമ്മൾ അവനെയും കൊണ്ട് റോഡ് ട്രിപ്പ് ചെയ്തു ഗൈസ്. അപ്പം ട്രിപ്പിനെ പറ്റി പറയണം ഗൈസ്. അമേരിക്കയിലൊക്കെ ജനിച്ച് വീഴുന്ന കുഞ്ഞിനെയും കൊണ്ട് ആളുകൾ ട്രിപ്പ് പോകും. എവിടെയാണ് പോകണമെന്ന് അറിയാമോ? ഡിസ്നി ലാൻഡ്. നമ്മൾ ആദ്യം കൊച്ചുങ്ങൾ ഉണ്ടാവുന്നതിന് മുന്നേ ഞാനും CPയും കൂടെ ഡിസ്നി ലാൻഡിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ട്രിപ്പിൻ്റെ ഫോട്ടോ. ഞാനും CP മാത്രം പോയത്. എൻ്റെ പഴയ ലോസ് ഏഞ്ചൽസിലെ ഡിസ്നി ലാൻഡിലെ. അപ്പം അവിടെ ഞാൻ നോക്കിയപ്പം കുറേ ഇങ്ങനെ അമ്മമാർ ഇത്ര നിങ്ങൾ വിശ്വസിക്കില്ല, ജനിച്ചിട്ട് 5 ദിവസം ആയിട്ടുള്ള കുറേ, എനിക്ക് തോന്നുന്നു അവിടെയുള്ള വല്ല റിച്വലും ആണോ എന്ന് അറിഞ്ഞൂടാ. കുഞ്ഞു ജനിച്ച 10 ദിവസത്തിനകം ഡിസ്നി ലാൻഡ് കൊണ്ടുവരണമെന്ന് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി അവർക്ക് വല്ല മൈൽസ്, കാരണം ഒരു 4-5 പിള്ളേർ കാണും. ഇവർക്ക് അവിടെ കുറേ പേര് ഇങ്ങനെ പെറ്റ് കൂട്ടും. അപ്പം അതിൽ ഇനിയിപ്പോൾ എല്ലാത്തിനെയും 10 days at ഡിസ്നി എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ വല്ല ചടങ്ങുണ്ടോയെന്ന് സത്യമായിട്ട് പറഞ്ഞു. കാരണം ഇത് കുറേ ഇങ്ങനെ കണ്ടത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് വല്ല ഉണ്ടോയെന്ന്. അപ്പം അവിടുത്തെ അവസ്ഥ ഇതാണ്. അപ്പം നമ്മൾ ഇന്ത്യക്കാർക്ക് അതുകൊണ്ട് ഭയങ്കര പിയർ പ്രഷറാണ്. ഓഫീസിലും എല്ലാ ആളുകളും ചോദിക്കും, കൊച്ചിനെ കൊണ്ടുപോയി ട്രിപ്പ് വിത്ത് ബേബി പോയില്ലേ എന്നാണ് ട്രിപ്പ്. നമ്മളൊക്കെ ബേബീനെ കൊണ്ട് പുറത്തിറങ്ങണമെന്ന് കേൾക്കുമ്പോഴേ ടെൻഷനാണ്. ഇതിന് വല്ല അസുഖവും പിടിക്കുക. അസുഖത്തിന് പിന്നെ പ്രത്യേകിച്ച് കുറവൊന്നുമില്ലായിരുന്നു, ഫുൾ ടൈം അസുഖമായിരുന്നു. എന്നിരുന്നാലും അപ്പം നമ്മൾ എന്തായാലും അസുഖം ഇനിയിപ്പോൾ ട്രിപ്പ് പോയാലെന്ന് പോയില്ലെങ്കിലെന്ന് പറഞ്ഞ് നമ്മൾ അതുകൊണ്ടാണ് ട്രിപ്പ് തന്നെ പോയി തുടങ്ങിയത്. 4 മാസത്തിൽ എൻ്റെ അമ്മയച്ചനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം താങ്ക്സ് ഗിവിങ്ങിൻ്റെ ബ്രേക്കാണ്. 4 ദിവസം അവധിയുണ്ട്. ഒരു പണിയില്ല, ചൊറിയും കുത്തിയിരിക്കുകയാണ്. വീട്ടുകാരെയും കൂടെ വീട്ടിൽ നിൽക്കണം, ആരും ആലോചിക്കാനും വയ്യ. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, ട്രിപ്പ് പോയി കളയാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ ഒരു സുപ്രഭാതം തീരുമാനിച്ചു. ഓക്കെ, ലാസ് വേഗസ് 4 മാസമുള്ള കൊച്ചിനെയും കൊണ്ട് പോകാൻ പറ്റിയ സ്ഥലമല്ലേ. അത് പറയട്ടെ. നമ്മൾ പോയതൊരു ജൂലൈ സമയത്ത് എന്തോണം കേട്ടോ. ആ സമയത്ത് അവിടെ സമ്മറാണേ. ഇപ്പം ഈ ലാസ് വേഗസിലെ ചൂടിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ധാരണയൊന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്ന് ഇറങ്ങിക്കൊടുത്തു. പൊള്ളണമെന്നൊക്കെ പറഞ്ഞ നല്ല തീപ്പൊരി പൊള്ളൽ. എൻ്റെ ചെറുക്കനാണെങ്കിൽ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. അവൻ അവിടെ ചെന്ന് ഇറങ്ങിക്കൊടുത്തു. എവിടെ എല്ലാം കൂടെ കൊണ്ട് ചുമന്ന് വേറെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. ഒരു വിളി അങ്ങോട്ട് തുടങ്ങി. എൻ്റെ വായ്ക്കകത്ത് കുത്തിക്കയറ്റി വെച്ച് കൊടുത്താലും
വിളി നിർത്തണില്ല. അത് കൊടുത്ത് നോക്കി, അത് കൊടുത്ത് നോക്കി, കൊണ്ടിറങ്ങിക്കൊടുത്ത് കസീനോയ്ക്കകത്ത്. അവിടെയാണെങ്കിൽ മൊത്ത സിഗരറ്റ് എന്ന് പറഞ്ഞാൽ വഴുനീള സിഗരറ്റും വെള്ളവും. ഈ ചെറിയ കൊച്ചിന് ഒരിടത്തും കൊണ്ടുപോകാനും പറ്റണില്ല. പെട്ടെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെന്നെ അടിക്കും. 4 മാസമുള്ള കൊച്ചിനെ കൊണ്ട് വേഗസിൽ പോയ എന്തിനെന്ന്. ഗൈസ്, ഇതൊക്കെയുള്ള ഒരു ത്രില്ല്. പോയപ്പോഴേ അറിഞ്ഞത് അത് കുട്ടികൾക്ക് പറ്റുന്ന സ്ഥലമല്ലെന്ന്. അപ്പം എന്തായാലും കസിനോക്കകത്തൊന്നും കയറിയില്ല. വെളിയിലും നിൽക്കാൻ പറ്റുന്നില്ല, കാരണം കൊടും ചൂട്. പിന്നെ രാത്രിയാണ് വെളിയിലിറങ്ങിയത്. രാത്രി വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നിരുന്നാലും പൊല്യൂഷൻ നല്ല രീതിയിലുണ്ട്. കാരണം ആളുകളെല്ലാം നല്ല വെളിയിൽ മറ്റേ റെസ്ട്രിക്ഷനൊന്നുമില്ല. വഴിനീള റോഡിൽ കൂടെ നടക്കുമ്പോഴും എന്ത് വേണോ ചെയ്യാം. നമുക്ക് സിഗരറ്റ് അടിക്കാം, വെള്ളം അടിക്കാം. അപ്പം നമ്മൾ കൊച്ചിനെ കൊണ്ട് പോകുമ്പം ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അതിൻ്റെ ട്രിപ്പ് ഫോട്ടോസ് ഞാൻ ഇവിടെ വെക്കുന്നതായിരിക്കും. അയ്യോ, ഇപ്പം ഇരിക്കണ ഇരിപ്പ് ഒരു 10 റൗണ്ട് കരച്ചിൽ കഴിഞ്ഞിട്ട് മിണ്ടാതിരുന്നപ്പോൾ സമാധാനമാണ് നിങ്ങൾ ഈ കാണും. കൊച്ചിനെ പറഞ്ഞിട്ടും കാര്യമില്ല. അവിടുത്തെ ചൂടും അവിടുത്തെ അന്തരീക്ഷം. അച്ഛനാണെങ്കിൽ പിന്നെ ഭയങ്കര സന്തോഷം. ചുറ്റും നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് അവർക്ക് രണ്ടുപേർക്കും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടത്. എൻ്റെ അന്നത്തെ കോലം കാണാം, അമ്മ അച്ഛനൊക്കെ ഉള്ള കോലം കാണാം. അയ്യോ, അവരുമാതിരി തളർന്ന് കൊഞ്ചിനെ പോലെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്, നമ്മൾ രാത്രിയാണ് തിരിച്ചത്. രാത്രി നമ്മൾ ഉറക്കാതിരിക്കാൻ വേണ്ടി ഒരു പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ കുറേ നേരം കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. CPK അന്ന് ഡ്രൈവിംഗ് അറിയാം, ഞാൻ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അങ്ങനെ പോയി അവിടെ രാവിലെ ആയപ്പോൾ ചെക്ക് ഇൻ ടൈം ആയപ്പോൾ എത്തി. അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്ത് ഫുഡാണെന്ന് ചോദിച്ചാൽ കുറേ ഇന്ത്യൻ ഫുഡൊക്കെ തപ്പിപ്പിടിച്ചിറങ്ങി അമ്മയച്ചനുള്ളതുകൊണ്ട് ഫുഡൊന്നും കൊള്ളൂലായിരുന്നു എന്നുള്ളൊരു ഓർമ്മയൊക്കെ ഉണ്ട്. എന്തായാലും അവിടുന്ന് വല്ല വിധേനെ നമ്മൾ രക്ഷപ്പെട്ടു വന്നു. എന്തായാലും അച്ഛന് നല്ല സീനറി കാഴ്ചകളുണ്ടായിരുന്നു. നല്ല മറ്റേ ഗേൾസ് അവിടെ ഇങ്ങനെ നല്ല ഉറങ്ങിക്കെട്ടി നിൽപ്പുണ്ടായിരുന്നുണ്ട്. അച്ഛൻ നല്ലപോലെ ട്രിപ്പ് എൻജോയ് ചെയ്ത്. അതായിരുന്നു ആദ്യത്തെ ട്രിപ്പ്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പോയത് മെക്സിക്കോ. ഗൈസ്, ഇത് തള്ളല്ല. ഗൈസ്, പ്ലീസ് ഡോണ്ട് കൺസിഡർ ദിസ് ആസ് എ തള്ള്. ദിസ് ഈസ് ദ ഇപ്പം എല്ലാവരും പല സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് ട്രാവൽ വ്ളോഗുകളൊക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ ഒരു പഴയ ട്രിപ്പ് പോയത് ഞാനിങ്ങനെ പുനരധിവസിപ്പിച്ചെടുക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. രണ്ടാമത് പോയ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പം 4 മാസം കഴിഞ്ഞില്ലേ. 4 മാസം കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാളെടുത്തെന്ന് തോന്നുന്നു അടുത്ത ട്രിപ്പ് പോകാനായിട്ട്. പിന്നെ എനിക്ക് ഓഫീസിലെ പീഡനം കാരണം പെട്ടെന്നൊന്നും ലീവ് കിട്ടൂലായിരുന്നു. പിന്നെ നമ്മൾ ഇന്ത്യയിലാണ് വന്നത്. 1 വയസ്സായപ്പോൾ അയ്യോ, ആ ട്രിപ്പ് എന്നെ ഓർമ്മിപ്പിക്കരുത് ഗൈസ്. ആ പ്ലെയിനിൽ സത്യം പറഞ്ഞാൽ മൊത്തം യാത്ര എനിക്ക് തോന്നുന്നു 21 hours എന്തോ ഉണ്ട്. അതിൽ ഓൾമോസ്റ്റ് 12 hours വൺ വേ. 12 ആണോ 16 ആണോ ഞാൻ മറന്നുപോയി. 14 അല്ല, എന്തായാലും 16 ആണെന്ന് തോന്നുന്നു, മറന്നുപോയി, സോറി. അതായത് നമ്മുടെ സാൻ ഫ്രാൻസിസ്കോ ടു ദുബായ് വരെയൊക്കെ എത്തണം. അപ്പം ആ ഒരു 12 to 16 hour ജേർണി ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ മെൻഷൻ അടിക്കേ, അല്ല കമൻറ്റ് ചെയ്യും. അത് ഫുള്ള് നമ്മൾ ഈ ചെറുക്കനാണെങ്കിൽ ഫസി സ്ലീപ്പറാണ്, ഫസി ഈറ്ററാണ്. 1 വയസ്സായിട്ടും. ഇപ്പോഴാണെങ്കിൽ ഉണ്ടല്ലോ തീറ്റ ഉറക്കം അവൻ കഴിഞ്ഞിട്ട്, പക്ഷെ ആ ചെറിയ പ്രായത്തിൽ അവൻ തിന്നയില്ലായിരുന്നു, അവൻ ഉറങ്ങിയില്ലായിരുന്നു. അപ്പം ഗൈസ്, തീരെ ചെറിയ കുട്ടികളുള്ളവർ അവരൊന്നും കഴിക്കുന്നില്ല, അവർ രാത്രി ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒട്ടും ബുദ്ധിമുട്ടുണ്ട്. ഒരു എത്തുമ്പോഴത്തേക്കും കൂടുതൽ തിന്നും എന്നുള്ള പ്രശ്നമായിരിക്കും, കൂടുതൽ ഉറങ്ങുന്നു എന്നുള്ള പ്രശ്നമായിരിക്കും. ഓരോ സ്റ്റേജിലും ഓരോ പ്രശ്നങ്ങളല്ലേ. അപ്പം യവനാണെങ്കിൽ രാത്രി 1 വയസ്സായി, ഏകദേശം നമ്മളെ പാലൊക്കെ വറ്റി തുടങ്ങി. ഇത് കുത്തിക്കയറ്റി കൊടുത്ത് കുടിച്ച് അവസാനം രക്തം വന്നു തുടങ്ങി. ഒരു രക്ഷയില്ല. ഇത് ഈ പ്ലെയിൻ ഉണ്ടായി എത്തണം. ഇത് മണിക്കൂറുകളായിട്ട് ഇങ്ങനെ അവിടെ നമ്മൾ ബാസിനെറ്റാണ് എടുത്തത്. ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന ഒരു ബാസിനെറ്റ് കിട്ടും, അവിടെ കൊച്ചിന് കിടത്തും. ഇവനാണെങ്കിൽ വല്ല വിധേന ഒന്ന് ഉറങ്ങി ആരും അറിയാതെ ഇങ്ങനെ കിടത്തിയെന്ന് വെച്ചോ. ഒരു കുഴിക്കകത്ത് പോയി പ്ലെയിൻ വീഴും, എല്ലാം കൂടെ കൊണ്ടും പറയും ഓ കൊച്ചിനെ എടുത്ത് കൈ പിടിക്കാൻ പറയും. ഉണന്ന് തീർന്നു, അതോടെ തീർന്നു. നമ്മളെ ഉറക്കം തീർന്നു, അവൻ്റെ ഉറക്കം തീർന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് വളരെ സാഹസികമായ യാത്രയായിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്കും ജലദോഷം, അവനും ജലദോഷം, ഊട്ടയടിയും ബഹളവും, ആകെ കുഴപ്പമായിരുന്നു. അത് 1 വയസ്സിൽ. അപ്പം എന്തായാലും സോളിഡ് ഫുഡൊക്കെ നമ്മൾ ഇവന് ഒരു പൗച്ചിൽ കിട്ടൂലേ, അതൊന്നും അവൻ തിന്നൂലേ. അവന് അന്ന് ഫുഡേ ഇഷ്ടമല്ല. അവന് എന്തായിരുന്നു ഇഷ്ടം സത്യം പറഞ്ഞാൽ. അന്ന് 1 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ 6 മാസത്തോട്ട് കൊടുത്തു തുടങ്ങി. പക്ഷേ ഫുഡൊന്നും അവന് ഭയങ്കര ഇങ്ങനെയാണ് ഇരുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ട്രിപ്പ് പോയത് 2015 അതായത് ഏകദേശം അവന് ഒരു 2 വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് പോയത്. നമ്മൾ ഹവായിലാണ് പോയത്. ഹവായിൽ നമ്മൾ മാവി എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലാണ് പോയത്. നമ്മൾ വേറെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പം അവരും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഇവനെ കളിപ്പിക്കാനൊക്കെ ഒരു സുഖം ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് അവനെങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്ത് ഫുഡൊക്കെ അപ്പം പിന്നെ ഡേ കെയറിലൊക്കെ പോയി തുടങ്ങി. അമ്മ അച്ഛനൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം പിന്നെ മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് ജങ്ക് ഫുഡൊക്കെ തിന്നു തുടങ്ങി. അപ്പോൾ കുറച്ചും ചിക്കൻ നഗറ്റ്സ്, അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായി ട്രാവല്.
പിന്നെ വലിയ വലിയ പ്രശ്നം ഉറക്കമൊക്കെ സെറ്റായി 2 വയസ്സായപ്പോഴത്തേക്കും നാപ്പ് പക്ഷെ ഒരു ദിവസത്തെ ഉച്ചയ്ക്ക് നാപ്പ് എടുക്കും. നാപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കം. എന്നിട്ട് ഹവായിൽ പോയ കഥ ഞാൻ പറയാം ഗൈസ്. ഹവായിലാണ് ഗൈസ് ഞാൻ പോയിട്ട് ആദ്യമായിട്ട് സായിപ്പന്മാരുടെ ഫ്രണ്ടിൽ നിന്നാണ് കിടന്നത്. അതായത് അവിടെ ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ മീനുകളെ കാണാൻ വേണ്ടി പോയി കേട്ടോ. അതായത് നമ്മളിങ്ങനെ നമുക്കിങ്ങനെ ഇത് തരുമല്ലോ അവർ, മറ്റേ ലൈഫ് എന്തോന്ന് ആ സാധനം നമ്മളിങ്ങനെ ഇട്ടിട്ട് നമ്മൾ ചാടണം. ലൈഫ് ഗാർഡ് എന്തൊന്നും സൂട്ടാ എന്തോ സാധനം ഇല്ലേ നമ്മൾ മുങ്ങിപ്പോതിരിക്കാൻ വേണ്ടി, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു കടലിലോട്ട് ഇറങ്ങിക്കോന്നു. ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും മുങ്ങുന്ന ആണ് എൻ്റെ വിചാരം. അപ്പം ഞാനാണെങ്കിൽ ഇറങ്ങിയിട്ട് എനിക്ക് നിൽക്കാം, ഞാൻ അയ്യാ അമ്മേ എന്നും പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാലിട്ട് അടിച്ചാൽ മതിയെന്ന് പിൽക്കാലത്താണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ അവിടെ കിടന്ന് വിളിയോടെ അയ്യോ ഹെൽപ്പ് മീ രക്ഷിക്കണേ ഒരു മദാമ്മയായിരുന്നു കേട്ടോ. അപ്പം അവർ എൻ്റെ ഭയങ്കര വിളിയാണ്. അപ്പം സി പിക്കാണെങ്കിൽ നാണക്കേട് കൊണ്ട് സി പി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും, ഇത് എൻ്റെ ഭാര്യ എല്ലാവരും പറഞ്ഞു. അപ്പം ഇഷാന ഒരു ചെറിയൊരു ടബ് പോലത്തെ ഒരു സാധനം ഉണ്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കണം. അപ്പം അവൻ അതിലങ്ങനെ ഇട്ടിട്ട് സി പി അവനെയും കൊണ്ടങ്ങ് പോയി. എന്നിട്ട് സി പി ഇങ്ങനെ അതും പിടിച്ച് സ്നോർക്കൽ ചെയ്യും. അപ്പം ഇഷാൻ അതിലൊരു ചെറിയ കണ്ണാടി ഉണ്ട്, അതിൻ്റെ അതുകൂടെ നല്ല വ്യൂ ഉണ്ട്, മീനിനെയൊക്കെ കാണാം. കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങിയും പോയി. അപ്പം എൻ്റെ അടുത്ത് ആരുമില്ല, എനിക്ക് ഹെൽപ്പിന് വിളിക്കാനോ. അപ്പം ഈ മദാമ്മ ഒരു ചാട്ടം വെള്ളത്തിലോട്ട്, അവർ ലൈഫ് ഗാർഡായിരുന്നു. അപ്പം അവർ പറഞ്ഞു ഇതൊക്കെ ഇട്ടിട്ടുണ്ട് മുങ്ങൂല, ജസ്റ്റ് റിലാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു രക്ഷയില്ല. ഞാൻ അവിടെ കൂടിയിരുന്ന ആൾക്കാരുടെ എല്ലാം മുമ്പിൽ കിടന്നു നിലവിളി എന്ന് പറഞ്ഞാൽ നിലവിളി കൊലവിളിയായിരുന്നു. അവസാനം അവർ പറഞ്ഞു അമ്മച്ചി നിങ്ങൾക്കിത് പറ്റൂല, നിങ്ങൾ കയറി പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാണം കെട്ട് കയറി ഇങ്ങനെ എന്നിട്ട് പല തവണ വിചാരിച്ചു. പക്ഷെ ഉണ്ടല്ലോ ഒരു തവണ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴുണ്ടല്ലോ ആ കാഴ്ച ഗൈസ് അടിപൊളിയായിരുന്നു. ആ അണ്ടർ വാട്ടറിൽ ആ ഒരു കാഴ്ച ഞാൻ വേറെ ഒരു സ്ഥലത്ത് ഇതുവരെ ഇത്ര ഭംഗിക്ക് എന്തോ ഒരു ലിവിങ് റൂം നമ്മൾ കുറേ സാധനം വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കില്ല, അതുപോലെ ഭയങ്കര ഗോൾഡൻ കളറിൽ അയ്യോ ഭയങ്കര ഭംഗിയായിരുന്നു അതിന് ആ അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ്. മോർ ദാൻ ഫിഷസ് അതിൻ്റെ അടിയിലുള്ള ആ ചെടികളും അതൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. പക്ഷെ അതിൻ്റെ ഇത് കാരണം ഞാൻ എന്തെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരു കുറച്ച് കുഞ്ഞും കടലുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് ആഴമൊന്നുമില്ല. അവിടെ ചെന്നിട്ട് സ്നോർക്കലിങ് കഷ്ടപ്പെട്ട് പഠിച്ചെന്ന് പറഞ്ഞാൽ പേടി മാറ്റാനായിട്ട്. അതായത് ഈ സാധനം മുങ്ങൂല, ഇങ്ങനെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് ആ ഒരു ഇത് ഫീൽ കിട്ടാൻ വേണ്ടി പഠിച്ചിട്ട് അടുത്ത ദിവസം പിന്നെ ഞാനും മറ്റു 2 ഫ്രണ്ട്സും കൂടെ പോയി. കാരണം ഇഷാനുള്ളതുകൊണ്ട് അവനെ വെച്ച് സി പി വീട്ടിയിരുന്നു. പക്ഷെ അന്ന് മറ്റേ ആദ്യത്തെ ദിവസം അത്ര ഭംഗിയില്ലായിരുന്നു, വെതർ അത്ര കൊള്ളൂലായിരുന്നു. പക്ഷെ എങ്കിലും ഒരു ആമേനെയൊക്കെ കണ്ടു, അതുകൊണ്ട് ഒരു സമാധാനമായി. അത് കഴിഞ്ഞിട്ടുള്ള തിരിച്ച് നമ്മൾ വീട്ടിൽ കാലിഫോർണിയയിൽ എത്തിയിട്ട് ഞാൻ പോയി സ്വിമ്മിങ് പഠിച്ച്. ഇനി എനിക്ക് നാണം കെടാൻ വയ്യ. സ്വിമ്മിങ് പഠിച്ചെന്ന് പറഞ്ഞാൽ ഒരു 3-4 ക്ലാസ് എനിക്ക് ആക്ച്വലി വെള്ളം അത്ര പേടിയില്ലാന്ന് എനിക്ക് ആ സ്വിമ്മിങ് ക്ലാസ്സിന് ചേർന്നപ്പോൾ മനസ്സിലായി. എനിക്ക് അവർ പറഞ്ഞു തരുന്ന ഇൻസ്ട്രക്ഷൻസ് എനിക്ക് ഫോളോ ചെയ്യുമ്പോൾ ഞാൻ എനിക്കത് 2ാമത്തെ ക്ലാസ് തൊട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഫ്ലോട്ട് ചെയ്ത് തുടങ്ങി. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈവച്ച് ഫുള്ള് ഇങ്ങനെ ആക്ച്വലി 4 ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുവിധം ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ബ്രത്ത് എടുത്ത് സ്വിമ്മ് ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പം ആ ഒരു ഇത് മതി. പിന്നെ എനിക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പം നിലവിളിച്ച് നാണം കെടാതെ സി പിനെ നാണം കെടുത്താതെ ഇരിക്കാനുള്ള ഒരു അവസ്ഥ. അപ്പം ഹവായിലെ ഫോട്ടോസ് ഞാൻ ഇവിടെ വെക്കാം. അവിടുത്തെ ഒരു ബ്ലാക്ക് സാൻഡ് ബീച്ചായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് നമ്മളൊരു ലുവാവ് ഡാൻസ്, അവിടുത്തെ ഡാൻസ് ട്രഡീഷണൽ ഡാൻസ്. അപ്പോൾ അവർ നമുക്ക് മാലയൊക്കെ ഇട്ട് തന്ന്. അപ്പം ഞാൻ അവിടെ കിടന്ന് അവിടെ എന്തോ പന്നീനെയൊക്കെ ലൈവായിട്ട് ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഏരിയയിലോട്ടേ പോയില്ല. പിന്നെ ഈ മുടി ഞാൻ കുറച്ചൊന്ന് സ്വന്തമായിട്ട് കളർ ചെയ്തായിരുന്നു. ബോട്ടിൽ പോയപ്പോൾ നിലവിളി കാരണം ഈ മദാമ്മയാണ് എടുത്ത് അവനെ കരച്ച് നിർത്തിയത്. അമേരിക്കയിലൊക്കെ എപ്പോഴും ആളുകൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ കാർ ഒരു കുട്ടി വീട് തന്നെയാണ്. അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അതിനകത്ത് അവരുടെ കുക്ക് ചെയ്യണ എല്ലാ സാധനങ്ങളും, പിന്നെ പലർക്കും മറ്റേ കാരവൻ പോലത്തെ മറ്റേ RV ഒക്കെ ഇല്ലേ അതൊക്കെ കാണാം. അപ്പോൾ അത് വീട് തന്നെ അടുത്ത് വെച്ചാണ് ഫുൾ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഈ തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ കാറിന് മണ്ടയിൽ തന്നെ ആ സ്കീ ചെയ്യാനുള്ള സാധനവും എല്ലാം വെച്ച് ഭയങ്കര സെറ്റപ്പാണ്. സൈക്കിള്, ഒരു ചില വണ്ടികൾ പോകണ മറ്റേ കരിയിലമാട അല്ലെങ്കിൽ ദുർഗാദേവി നിൽക്കുന്ന പോലെ പല പല ആക്സസറീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകണതാണ് ചില കാറുകൾ. അതായത് പലരും ക്യാമ്പിങ്ങും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ആളുകൾക്ക് ട്രാവൽ ചെയ്യാൻ. ബേസിക്കലി അവരുടെ ഏർണിങ്സ് ഫുൾ അവർ ട്രാവൽ ചെയ്ത് തീർക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ വീട് വെച്ച് തീർക്കും എന്നുള്ളത് പോലെ അവിടുത്തെ ആൾക്കാർ ട്രാവൽ ചെയ്ത് തീർക്കും അവരുടെ പൈസ എല്ലാം. ക്രെഡിറ്റ് കാർഡും അങ്ങനെയാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിലുള്ള പോയിന്റ്സ് അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ജീവിതങ്ങൾ.
യെസ് ഗൈസ്, അപ്പൊ ഹവായി ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ ധൈര്യം സംഭരിച്ച് അടുത്ത മെക്സിക്കോയിൽ ഒരു സ്ഥലം പുയർത്ത വയാർത്ത എന്ന് പറയും. ഹവായി പക്ഷെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, കാണാനും ഭയങ്കര ലുക്കാണ്, ഭയങ്കര ഹൈഫൈ, നല്ല വൃത്തിയൊക്കെയാണ്. നമുക്കിങ്ങനെ ഒരു നാട്ടിൻ പുറ പോയ ഫീലൊന്നും അല്ല, ഭയങ്കര സെറ്റപ്പിലാണ് അവർ വെച്ചിരിക്കുന്നത്. പക്ഷെ മെക്സിക്കോയിൽ നമ്മൾ പോയപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിൽ വന്നിറങ്ങിയ ഒരു പ്രതീതിയാണ്. അതായത് നമ്മുടെ ട്രിവാൻഡ്രമൊക്കെ ഭയങ്കര എന്താണ് വൃത്തിയായിട്ടാണ് ഇപ്പൊ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഗോവയിലൊക്കെ ചെന്നിറങ്ങുമ്പോൾ ഒരു സെറ്റപ്പില്ലേ അതേപോലെ, അതായത് ഒരു പാവപ്പെട്ട സ്ഥലമാണ്, പക്ഷെ ടൂറിസം കാരണം അവിടെ കുറെ റിസോർട്ട്സും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ താമസിച്ചത് ഒരു ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടിലായിരുന്നു. അതായത് നമുക്ക് ഫുൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എല്ലാം ബുഫേ ആണ്, എപ്പോൾ വേണമെങ്കിലും ചെന്നാൽ നമുക്ക് ഫുഡ് ഫ്രീ ആയിട്ട്. അപ്പൊ അതിന് കൂടെയുള്ള കാശാണ് നമ്മൾ പേ ചെയ്യുന്നത്. അപ്പൊ ഈ അവിടെ ചെന്നിറങ്ങിയപ്പോഴത്തേക്കും കുറെ ചുള്ളന്മാര് കുറെ ചേട്ടന്മാരുണ്ടായിരുന്നു, അവിടുത്തെ റിസോർട്ടിലുള്ള ഓർഗനൈസേഴ്സ് ആണ്. അവർ തന്നെയാണ് വൈകുന്നേരം അവിടെ ഡാൻസും പരിപാടിയൊക്കെ സ്റ്റേജിൽ കളിക്കും. രാവിലെ അവർ ഓർഗനൈസേഴ്സ്, വൈകുന്നേരം അവർ നമ്മളെ എന്റർടൈൻ ചെയ്യും. എന്നിട്ട് ഈ ഡാൻസും പരിപാടിയും പിന്നെ ബുഫേ അങ്ങനെയൊക്കെയാണ്. അപ്പം അതിലൊരു ചേട്ടനെ ഞാൻ ഇങ്ങനെ എന്നും വായി നോക്കുമായിരുന്നു കേട്ടോ, ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഈ ഇഷാനില്ലേ, അവനാണെങ്കിൽ ഭയങ്കര കപക്കെട്ടാണ്, എപ്പോഴും എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ വലിച്ചുവാരി പെട്ടെന്ന് തിന്നു കഴിഞ്ഞാൽ അപ്പം ഛർദ്ദിക്കും കേട്ടോ. അപ്പോൾ ഒരു ദിവസം നമ്മൾ രാവിലെ ബുഫേക്ക് പോയപ്പോഴത്തേക്കും എന്തോ പാലിൽ മറ്റേ കോൺഫ്ലേക്സ് എന്തോ ഇട്ട് ഇങ്ങനെ കുറേ സ്പീഡിൽ ഇങ്ങനെ കഴിച്ചപ്പോഴത്തേക്കും എല്ലാം കൂടെ അവിടെ ഛർദ്ദിച്ചിട്ടെ. ഞാൻ വയന്നെ കൊണ്ടുവന്ന് അങ്ങേര് വന്നിട്ട് ഇറ്റ്സ് ഓക്കെ, ഞാൻ ചെറുക്കൻ്റെ കാര്യം ഛർദ്ദിക്കുകയും ചെയ്ത് പിന്നെ അങ്ങേരെ മുഖത്ത് എങ്ങനെ നോക്കും, പിന്നെ ഞാൻ അങ്ങനെ മുഖത്ത് നോക്കാറില്ലേ. അപ്പൊ എന്തായാലും അത് ഓൾ ഇൻക്ലൂസീവ് ട്രിപ്പ് ആയതുകൊണ്ട് അതിൽ ഫുഡിന്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഇപ്പോഴും നമ്മൾ സ്നോർക്കലിംഗ് ട്രിപ്പിന് പോയിരുന്നു. അവിടെ പോയത് ഒരു അടിപൊളി സ്ഥലമായിരുന്നു ഗൈസ്, ഭയങ്കര ഭംഗിയായിരുന്നു. മഴയൊക്കെ പെയ്തു, പക്ഷെ എനിക്ക് സ്വിമ്മിങ്ങും ഭയങ്കരമായിട്ട് പേടിയില്ലാതെ ഞാൻ ഭയങ്കര മറ്റേ സാധനം ഇട്ടിട്ടുണ്ട്, പൊങ്ങിക്കിടക്കണ സാധനം, ഇപ്പോഴും ഫ്ലോട്ടി അതിട്ടിട്ടുണ്ട് ജാടയാണ്, മറ്റേ ഭയങ്കര സ്വിമ്മിങ്. ഫോട്ടോ സത്യം പറഞ്ഞാൽ അതിന് ജസ്റ്റിസ് നോക്കിയില്ല, പക്ഷേ അടിപൊളി ഫീലാണ്. മഴയും കൂടെ പെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു അടുത്ത എക്സ്പീരിയൻസ്. മീനുകളുടെ ഇടയിൽ കൂടെയൊക്കെ നീന്തി CP എന്നിട്ട് അന്ന് എന്തോ CP മറ്റേ ഭയങ്കര സ്കൂബ ഡൈവിംഗ് ആണ് കേട്ടോ, സർട്ടിഫൈഡ് സ്കൂബ ഡൈവറാണ്. അപ്പം ഇതൊന്നും വലിയ ചീള കേസാണ് സ്നോർക്കലിംഗ് ഒക്കെ. അവര് മറ്റേ അണ്ടർ വാട്ടർ ഡൈവിംഗ് ഒക്കെ ഭയങ്കര ഇതുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അന്ന് കുറെ ദൂരെ പോയിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരു വലിയ ബറക്കൂട മീനൊക്കെ കണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇഷാൻ ഒരു സ്ട്രോളറിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ പോയി വെള്ളത്തിൽ ചാടുമ്പോൾ മറ്റേ ആൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ എടുത്ത് പിന്നെ CP പോകുമ്പോൾ ഞാൻ വരും, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസ് വയ്ക്കാം. അത് നല്ലൊരു ട്രിപ്പായിരുന്നു. ഈ കാണുന്ന ബാക്കി കാണുന്ന എൻ്റെ തല മുറിഞ്ഞു പോയി, പക്ഷേ ബാക്കി കാണുന്ന പണ്ടൊരു വണ്ടറാണ്, ഇതിൽ നേരെ കാണാം. ഇത് നമ്മൾ വെളിയിൽ ഇവിടെ നിന്നിട്ട് ക്ലാപ്പ് അടിച്ചാൽ തിരിച്ച് എക്കോ ക്ലാപ്പ് വരുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ഗ്രീൻ കാർഡ് പ്രോസസ്സിങ്ങും അതും ഇതുമൊക്കെ, അല്ല ഗ്രീൻ കാർഡ് പ്രോസസ്സിങ് ഇഷാന് മുന്നേ ജനിക്കുന്നതിന് മുന്നേ ആയിരുന്നല്ലോ. അല്ല പിന്നെ എന്തൊക്കെയോ എന്തോ ഉണ്ടായിരുന്നു, എന്താ പ്രസവം തന്നെ 2 to 3 ഇഷാന് ഒരു 2.5 വയസ്സൊക്കെ 3 ആയപ്പോൾ തന്നെ ഗർഭിണിയായത്. അപ്പോൾ പിന്നെ അടുത്ത ട്രിപ്പ് നടന്നില്ല, പിന്നെ വേറെ ട്രിപ്പൊന്നും നടന്നില്ലെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല പിന്നെ ഒന്നും ചെയ്തതായിട്ട്. ഇല്ല പിന്നെ ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ റിയ ഉണ്ടാവണത് ഒരു ഇതിഹാസ പരഹാസ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ റിയേനെ കൊണ്ട് നമ്മൾ 1 വർഷം ഒന്നും ചെയ്തില്ല.
1 വയസ്സാവാറായപ്പോഴത്തേക്ക് നമ്മൾ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പോർട്ടോറിക്കയിലോട്ട്. നമ്മുടെ ബുക്ക് ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ആ വർഷം പോർട്ടോറിക്കയിൽ ഭയങ്കര ഹറിക്കേനും ആ സ്ഥലം ഫുൾ അടിച്ച് നിരപ്പായി ഒരു തരിശായിപ്പോയി. പിന്നെ അതുകൊണ്ട് നമുക്ക് ടിക്കറ്റിന് റീഫണ്ട് കിട്ടി. പിന്നെ എൻ്റെ അനിയൻ ആ സമയത്ത് ഫ്ലോറിഡയിൽ അനിയനും ഫാമിലിയും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടു. ഫ്ലോറിഡയിൽ പോയിട്ട് അപ്പോൾ ഫ്ലോറിഡയിൽ പോയപ്പം ഇഷാൻ ഒരു 3 ഇയേഴ്സും റിയയ്ക്ക് ഏകദേശം 10 മാസം ആ റേഞ്ചിലായിരുന്നു. അപ്പോൾ അവൾ നടന്നൊക്കെ തുടങ്ങിയത് എൻ്റെ അനിയൻ്റെ വീട്ടിൽ വെച്ചാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ വീഡിയോ ഞാനിവിടെ വയ്ക്കാം. അപ്പം ഫ്ലോറിഡയിൽ പിന്നെ അനിയൻ്റെ വീടായതുകൊണ്ട് അവിടെ കുക്കിങ്ങും എല്ലാം നമ്മളും അവരും എല്ലാം കൂടെ ചെയ്തു. അങ്ങനെ ഒരു ജോളി അടിച്ചു പോയി. അവിടെ നമ്മൾ സൂവിലൊക്കെ പോയി. അവിടെ പിന്നെ അവൻ ആ സമയത്ത് എന്തോ ജോലി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനാണ് നമ്മളെ ഫുൾ എല്ലായിടത്തും കൊണ്ടുപോയത്. പിന്നെ നമ്മളും അവർക്ക് എന്തൊക്കെ ഫിഷ്, കൊഴിയാള ഫ്രൈ, മീൻ, നല്ല മീൻ കിട്ടും കേട്ടോ അവിടെ. നമ്മുടെ നാട്ടിൽ കിട്ടും. നാട്ടിലെ വെതർ ആയതുകൊണ്ട് നാട്ടിൽ കിട്ടുന്ന ഒരുവിധം മീൻസ് കാലിഫോർണിയയിലും കിട്ടും. പക്ഷേ മീൻ കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് ഫ്ലോറിഡയിൽ തോന്നി. അപ്പം കുറേ കൊഴിയാള ഫ്രൈ ഒക്കെ വറുത്ത് നമ്മൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്കണ എനിക്ക് ഓർമ്മയുണ്ട് അവിടെ. അപ്പോൾ ഗൈസ്, ഈ 2 കുട്ടികളെയും കൊണ്ട് ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഗൈസ് സത്യം പറഞ്ഞാൽ എനിക്കൊരു തലവേദനയായിട്ട് തോന്നിയതേ ഇല്ല. യാത്ര ഇൻ US ഇസ് ഓൾവേസ് വെരി കംഫർട്ടബിൾ. കാരണം നമ്മൾ കാറിലൊക്കെ പോകുമ്പോഴേ നമ്മൾ കാർ സീറ്റ് വെച്ചേ പോകാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് സ്ട്രോളർ വേണം. കൊച്ചിന് നമുക്ക് സ്ട്രോളറിൽ ഇരുത്തി ഉരുട്ടാം. ഇവിടെ നിന്ന് സ്ട്രോളർ എല്ലാവരും എടുത്തോണ്ട് ആളുകളൊക്കെ മാറി മാറി എടുത്ത്, അതുകൊണ്ട് അതായത് അവിടെ നമ്മുടെ ലൈഫ് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി കുറേ സംഭവങ്ങളും ഉണ്ട്. അത് വേറെ കാര്യം. ഈസി ആവാൻ വേണ്ടിയുള്ള സെറ്റപ്പ്, മനസ്സിലായില്ലേ? പിന്നെ കൊച്ചിനെ നമ്മൾ മടിയിലിരുത്തണ്ട. എത്ര കടന്ന് കരഞ്ഞാലും കൊച്ചിൻ്റെ കാർ സീറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, ഫൈൻ അടിക്കും. ഇത് കാറിൻ്റെ ബാക്കിൽ കിടന്ന് കിയെന്ന് മണിക്കൂറോളം വിളിക്കും. ആ കാരണം കൊണ്ട് ട്രാവൽ ചെയ്യാതിരിക്കുന്ന കുറേ ഇന്ത്യക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ഇതിനെ മണിക്കൂറുകളോളം കരയിപ്പിക്കും. 2 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കരച്ചിൽ നിർത്തും. അതാണ് ടെക്നിക്ക്. താങ്ക് മീ ലേറ്റർ. ഓക്കെ. അപ്പം പക്ഷേ ഇഷാൻ കുറച്ച് അധികം കണ്ടിട്ടുണ്ട്. റിയയ്ക്ക് ട്രാവൽ ഇഷ്ടമായിരുന്നു. ഇഷാൻ പിന്നെ കുറച്ച് ആദ്യത്തെ കിഡായതുകൊണ്ട് നമുക്കും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. നമ്മൾ അവനെ ഒരു പരീക്ഷണ വസ്തുവാക്കി. 2ാമത്തെ ഉച്ചയപ്പോഴത്തേക്കും പല കാര്യങ്ങളും പഠിച്ച് ആ തെറ്റുകളൊന്നും, അത് സ്ഥിരം എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം അങ്ങനെ ഫ്ലോറിഡയിൽ പ്രത്യേകിച്ച് നമ്മൾ അത് കഴിഞ്ഞിട്ട് മയാമിയിൽ പോയി. മയാമിയിൽ പോയപ്പോഴത്തേക്കും അവിടെ ഏതോ ന്യൂഡ് ബീച്ച് എന്തോ ഉണ്ടായിരുന്നു. കൊച്ചും കൂടെ ഉണ്ടായത് കൊണ്ട് പതുക്കെ കൊച്ചിൻ്റെ കണ്ണടച്ചുകൊണ്ട് നമ്മൾ പോയി. പിന്നെ മയാമിയിൽ നമ്മൾ ഏതോ ഒരു സ്ട്രീറ്റിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വണ്ടി എടുത്ത് ബീച്ചിൽ പോയിട്ട് തിരിച്ച് ആ സ്ട്രീറ്റ് എത്തിയപ്പോഴത്തേക്ക് ആ സ്ട്രീറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അവിടെ ഒരു ഗൺ ഷോട്ട് നടന്നു. നമ്മൾ ഭയങ്കര ഇഞ്ചിന് രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെയൊക്കെ മയാമി കഥകൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മയാമി ടു ടാമ്പയിലാണ് അനിയൻ താമസിക്കുന്നത്. ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും മറ്റേ എവർഗ്ലേഡ്സ് എന്ന് പറഞ്ഞൊരു നാഷണൽ പാർക്കുണ്ട്. 2 സൈഡിൽ ഫുള്ള് മുതലയാളാണ്. പക്ഷേ ആളുകൾ പറയും ഇങ്ങനെ ഫുൾ റോട്ടിലൊക്കെ മുതലുകൾ ഇറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. സൈഡിൽ ഒരൊറ്റ മുതലിനെ പോലും നമ്മൾ കണ്ടേ. നമ്മളെവിടെ ഇറങ്ങി തിരിച്ചാലും ഇങ്ങനെയാണല്ലോ. പിന്നെ അവിടെ ചെന്നെന്തോ ടൂറൊക്കെ എടുക്കാം, അതൊന്നും നമ്മൾ ചെയ്തില്ല. പക്ഷെ വേറെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മയാമി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കീ വെസ്റ്റിൽ പോയായിരുന്നു. കീ വെസ്റ്റിൽ ഇങ്ങനെ കുറേ കുട്ടി സ്ഥലത്ത് ഇങ്ങനെ ഹോപ്പ് ചെയ്ത് പോകും. അപ്പം നമ്മൾ ആദ്യം കീ വെസ്റ്റിൽ എത്തുന്നതിന് കുറേ മുന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടെ ഇങ്ങനെ ബാക്കിൽ പോയപ്പോഴത്തേക്കും ഇങ്ങനെ മറ്റേ കൊമഡോ ഡ്രാഗൺ പോലത്തെ വലിയ പല്ലുകൾ ഇങ്ങനെ കുറേ ഇവിടുത്തെ പല്ല് പോലെ അവിടെ അതാണ് വഴി കൂടെയൊക്കെ ഇന്ന് നടക്കുന്നുണ്ടായിരുന്നു. നമ്മളൊന്നും ചെയ്യൂല, പക്ഷെ കുറച്ച് പേടിയാവും. നമ്മൾ കുറച്ച് മാറിയൊക്കെ ഇങ്ങനെ നടന്നു. അങ്ങനെ എന്നിട്ട് നമ്മൾ തിരിച്ച് ടാമ്പയിൽ വന്ന് നല്ല അടിപൊളിയായിരുന്നു. രാത്രി പാർട്ടിയൊക്കെ ചെയ്ത് കസിൻസൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, രാത്രി 3 മണിക്കൂർ എൻ്റെ ഉറങ്ങിയുള്ളൂ. രാവിലെ നേരത്തെ എണീറ്റ് ഫ്ലൈറ്റിൽ വന്ന് തിരിച്ച് ഓഫീസിൽ നമ്മളെ ഫ്രണ്ട് പിക്കപ്പ് ചെയ്യാൻ വന്ന്. അതാണ് അവിടെ ആകുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് ഡ്രോപ്പ് ചെയ്യും, ഫ്രണ്ട്സ് പിക്കപ്പ് ചെയ്യും, തിരിച്ച് നമ്മൾ അവരെ ഡ്രോപ്പ് ചെയ്യും. എല്ലാം ഭയങ്കര മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഗൈസ്. ഫ്രണ്ട്സ് ഇവിടെ ഒരു ഫ്രണ്ട്സ് ഒന്നിനും തിരിഞ്ഞു നോക്കൂല നമ്മൾ. കാരണം എല്ലാവരും ഫാമിലിയായിട്ട് ബിസിയാണ്. അതായത് റിയാലിറ്റി. അതാണ് അവിടെ ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം. കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയ ട്രിപ്പ് എന്ന് പറയുന്നത് പിന്നെ ഒരു 1.5 ട്രിപ്പ് ചെയ്ത് ഗൈസ്. എന്തെന്നറിയാമോ, നമുക്ക് US എനിക്ക് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് 2 മാസം ലീവ് എടുക്കാൻ പറ്റും. 1 മാസം നമുക്ക് റിക്കവറി എന്ന് പറഞ്ഞ ലീവ്, പിന്നെ 1 മാസം ചൈൽഡുമായിട്ട് ബോണ്ടിങ് ലീവ്. 2 ഫുള്ളി പെയ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ 2ാമത്തെ ബോണ്ടിങ്ങിൻ്റെ ഞാൻ കൊച്ചു 1 വയസ്സാവണതിന് മുന്നേ എടുത്ത് തീർക്കണം എന്നുള്ളതുകൊണ്ട് ലാസ്റ്റത്തെ ഒരു വലിയ ട്രിപ്പ് തന്നെ വെച്ച് നമ്മൾ അതാണ് ഈ ഫ്ലോറിഡ ട്രിപ്പ്. നമ്മൾ വേറെ എവിടെയോ പോയിട്ട് അല്ലല്ല അത് വേറെയാണ്.
അതും കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ട്രിപ്പ് പോയി. അവൾക്ക് 1 വയസ്സ് 2 മാസം കഴിഞ്ഞ് നമ്മൾ ട്രിപ്പ് പോയി. LA അത് ഡിസ്നിലാൻഡ് സാന്റിയാഗോ ഒരു ട്രിപ്പ് പോയായിരുന്നു. ഡ്രൈവ് ചെയ്താണ് പോണത്. അപ്പം ഡിസ്നിലാൻഡിൽ അപ്പം പോയപ്പം അവൾക്കാണെങ്കിൽ ഇപ്പം അവൾ ഭയങ്കര വിഷമമാണ്. അന്ന് പോയത് ഒന്നും ഓർമ്മയില്ല. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, 1 വയസ്സുള്ളപ്പോൾ പോയതൊന്നും. പക്ഷേ ഫോട്ടോകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് കണ്ടിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പഴയ ഫോട്ടോകളൊക്കെ കണ്ട് ചിരിക്കും. ഇഷാനാണെങ്കിൽ പഴയത് കാണുന്ന ഇഷ്ടമേ അല്ല. മറ്റേ ബേബി ആയിട്ടിരിക്കണത് അവന് എന്തോ പോലെയാണ്. അവൻ അത് കാണുമ്പോഴത്തേക്ക് ഇറങ്ങി ഓടും. അപ്പം ഡിസ്നിലാൻഡിൽ ഈ പറഞ്ഞതുപോലെ റിയനെ കൊണ്ടുപോയി നമ്മൾ കുറേ ഹോട്ടലുകളിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ റൈസ് കുക്കർ കൊണ്ടുപോയായിരുന്നു, ഒരു കുഞ്ഞു സാധനം. അപ്പോൾ അതിലവിടെ നമ്മൾ വെള്ളം ഇട്ട് അരി ഞാൻ വേവിച്ച്, എനിക്ക് തോന്നുന്നു അരി പൊടിച്ചെന്തോ കൊണ്ടുപോയെന്ന് തോന്നുന്നു, പൊടിയരി പോലെ എന്തോ പെട്ടെന്ന് വേവാൻ വേണ്ടി. അപ്പം അതിനെ ഞാൻ എടുത്ത്, അവളാണെങ്കിൽ പാവ എന്ത് കൊടുത്താലും തിന്നുമായിരുന്നു അപ്പം കേട്ടോ. പിന്നെ രണ്ടാമത്തെ സമയത്ത് എനിക്ക് 6 months ആയപ്പോൾ തന്നെ എന്തോ ചാർജ് പോയി. അപ്പം 6 months ആയപ്പോൾ തന്നെ എൻ്റെ പാല് വറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ പിന്നെ ഫോർമുല അങ്ങനെയൊക്കെ കൊടുത്താണെന്ന് തോന്നുന്നു. മേ ബി അവർക്ക് ആപ്പറ്റൈറ്റ് ഉണ്ടായി. അപ്പം ഈ സാധനം നമ്മൾ പച്ചച്ചോറ് അത് ഇങ്ങനെ ഉപ്പിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ മറ്റേ എന്തൊക്കെയോ ഫ്രൂട്ടിൻ്റെ കുറച്ച് മാഷ്ഡ് ഫ്രൂട്ട്സിൻ്റെ സംഭവങ്ങൾ, പിന്നെ ഈ ഫോർമുല പാല്, അങ്ങനെയൊക്കെ ആ ട്രിപ്പ്. പക്ഷെ അവൾ അപ്പീടും കഴിക്കും, പിന്നെയും കിടന്നുറങ്ങും, സ്ട്രോളറിൽ അപ്പീടും കഴിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ എണീറ്റ് ഹ കുക്കും. അപ്പം രണ്ടാമത്തെ കുട്ടി വന്നപ്പോൾ ഈ പറഞ്ഞ ഫുഡിങ്സ് പ്രശ്നങ്ങളൊക്കെ പലതും നമ്മൾ അവൾ ഫുഡ് കഴിക്കുന്ന ഇഷ്ടമുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ അതിനുവേണ്ടി മെനക്കെട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോയി ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇന്ത്യൻ സ്ഥലത്തെ നമ്മൾ മിക്കയിടത്ത് എവിടെ പോയാലും മാക്സിമം ഇന്ത്യൻ കഴിക്കാൻ നോക്കും. കാരണം നമുക്ക് എല്ലാവർക്കും, എനിക്കും സിബിക്കും അതാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് അരി ചോറ് ഇതിനൊന്നും ഒരു പഞ്ഞമില്ലല്ലോ. അപ്പം അതൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ അവർക്ക് ചെറിയ പല്ലൊക്കെ വന്നു തുടങ്ങി. അപ്പം കുറച്ചൊക്കെ ചപ്പാത്തിയൊക്കെ അലിയിച്ചൊക്കെ തിന്നുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ആ ട്രിപ്പ്. സത്യം പറഞ്ഞാൽ നമ്മൾ ലെങ്തി ട്രിപ്സ് ആണ് ചെയ്യുന്നത്. ഒരു 2-3 weeks ഒക്കെ ഇങ്ങനെ ചെയ്യും. അപ്പം വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ കുഴപ്പമില്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ആദ്യം ചെല്ലുമ്പോഴത്തേക്കുള്ള ഒരു ആക്രാന്തം. കാരണം ആദ്യത്തെ ഒരാഴ്ച ഫുള്ള് മറ്റേ അവിടെയൊക്കെ ഉള്ള ഫുഡുകളൊക്കെ കഴിച്ച് ഒരു വഴി ആകുമ്പോഴത്തേക്കും പിന്നെ മറ്റേ ക്രേവിങ്ങും വായൊട്ടലും ഉണങ്ങലും വയറുണങ്ങലൊക്കെ തുടങ്ങും. പിന്നെ ഫുൾ ഇന്ത്യൻ ആയിരിക്കും. പിന്നെ നമ്മൾ കുറേയൊക്കെ Airbnbs ആണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാം മിക്കതും കുറേയൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യാൻ നോക്കും. ബ്രേക്ക്ഫാസ്റ്റ് മിക്കപ്പോഴും നമ്മൾ കുക്ക് ചെയ്യാറാണുള്ളത്. പിന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഒരു വലിയ ഹെവി ആയിട്ടാണ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ തന്നെ 10 മണിയാവും. പിന്നെ ലഞ്ച് കഴിയുമ്പോൾ 4 മണിയാവും. അപ്പം ഡിന്നർ പിന്നെ എന്തെങ്കിലും ചെറിയ ലൈറ്റായിട്ട് അങ്ങനെയൊക്കെയാണ് മിക്കപ്പോഴും ചെയ്യാറുള്ളത്. ഗൈസ്, ഈ ഒരു ട്രിപ്പിനെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. സമ്മർ ഇൻ ദ US, വിന്റർ ഇൻ ദ US. ഗൈസ്, നമ്മൾ താമസിക്കുന്ന സ്ഥലം അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു 10 degree Celsius വരെയൊക്കെ എത്തും. ചിലപ്പോൾ രാത്രിയിലൊക്കെ 0 ചില സമയങ്ങളിലൊക്കെ എത്താറുണ്ടെങ്കിലും നമുക്ക് മറ്റേ ഭയങ്കര സ്നോ വീഴൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഏതെങ്കിലും 1-2 ദിവസം നമ്മൾ താമസിക്കുന്ന അവിടെ നോക്കിയാൽ മലകളൊക്കെ കാണാം. ആ മലയുടെ മേളിലൊക്കെ ചിലപ്പോൾ 1-2 ദിവസം സ്നോ വീണിട്ടുണ്ടാവും. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ സമയം അടുപ്പിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ലേക്ക് ടാഹോ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. മീൻസ് വിന്ററിൽ മിക്കപ്പോഴും അവിടെ ഭയങ്കര സ്നോ ആണ്. പക്ഷെ നമ്മുടെ മൗണ്ടൻസിൽ സ്നോ കാണുന്ന സമയത്ത് അവിടെ ഭയങ്കര സ്നോ ആയിരിക്കും. അപ്പം ആ സമയത്ത് അവിടെ പോയിരിക്കണം എന്നുള്ളത്. പക്ഷേ എങ്കിലും ഈ ട്രിപ്സിനൊക്കെ പോയപ്പോൾ ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു സാധനം, ഞാൻ കുട്ടികളുണ്ടാവുന്നതിന് മുന്നേ ഇത് ചെയ്തിട്ടുണ്ട്. സ്കീയിങ് ഇല്ലേ, നമ്മൾ സ്നോയിൽ കൂടെ ഇങ്ങനെ പിസ്കനെ ഇങ്ങനെ തെന്നി പോണത്. ആ സാധനം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇഷാൻ ഉണ്ടാവണേനും ഒരു 2 വർഷം മുന്നേ എന്തോ ആണ് ചെയ്തിട്ട് ഞാൻ സത്യം പറഞ്ഞ ഒരു മിനിറ്റ് പോലും ആ സാധനത്തിന്റെ മണ്ടയിൽ കയറി നിന്നിട്ടില്ല. അതിൽ കയറി നിൽക്കും പൊതക്കോന്നും പറഞ്ഞ് തലയും കുത്തനെ വീഴും. എൻ്റെ കൂടെ വന്ന ബാക്കി CPയും വേറെ 3 ഫ്രണ്ട്സും സുഖമായിട്ട് മലയുടെ മണ്ടയിലേക്ക് കയറി പിസ്ക്കെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അത് താഴെ ഇരുന്നിട്ട് ഒരു സൈഡിൽ ഇരുന്ന് ഒരു സായിപ്പുമായിട്ട് പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ സായിപ്പ് അവിടുത്തെ ജോലി ചെയ്യാൻ ആളായിരുന്നു. അയാൾ എന്തോ സമ്മർ വെക്കേഷൻ എന്തോ അങ്ങേര് സമ്മറിന് അയാൾ ജോലി ചെയ്യാൻ വന്നതാണ് അവിടുത്തെ എംപ്ലോയി ആയിട്ട്. യൂറോപ്പിൽ നിന്നോ വന്ന സായിപ്പാണ്. അപ്പം അങ്ങനെ സത്യം പറഞ്ഞാൽ ഗൈസ്, ഞാൻ അതിന് മേളിൽ കയറി നിൽക്കും. എനിക്ക് ബാലൻസേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് മാത്രം, ബാക്കിയുള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതുപോലെ ആദ്യം സ്വിമ്മിങ് ചെയ്തില്ലേ, അതേപോലത്തെ നാടും കെട്ട ദിവസമായിരുന്നു. അതിൻ്റെ മേളിൽ കയറി നിൽക്കും, ബാക്കിലോട്ട് പോകും. ചെറിയ പിള്ളേരൊക്കെ ഇങ്ങനെ ബിസ്കനെ പോണറുണ്ടായിരുന്നു. ഇതാണ് അടുത്ത വേറൊരു സംഭവം. അവിടെ ജനിച്ച് ഒരു 3 വയസ്സാകുമ്പോഴത്തേന് പിള്ളേരെ കൊണ്ട് സ്കീയിങ് ക്ലാസ് എന്ന് പറഞ്ഞ് ചേർക്കും. ഇഷാനെ ഞാൻ 1-2 തവണ കൊണ്ടുപോയിട്ടുണ്ട്. അവന് ഒരു വിധം
സെറ്റ് ആയപ്പോഴത്തേക്കും നമ്മളിങ്ങനെ തിരിച്ചു വരേണ്ടി വന്നു. അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എനിക്ക് കേക്ക് പിന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, ഇനിയൊരു തവണ വരുന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും പഠിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഗൈസ്, സ്വിമ്മിങ് പോലെയല്ല, ഇത് കുറച്ച് ടഫാണ്. അടുത്ത പ്രാവശ്യം നമ്മൾ ഇഷാനെ കൊണ്ട് എനിക്ക് അവർ വല്ല 1.5 വയസ്സെന്തോ ആയിരുന്നു തോന്നുന്നു കേട്ടോ. ഇത് ഡ്രൈവ് ചെയ്ത് പോണ സ്ഥലമാണ് കേട്ടോ, കാറിൽ. അപ്പം അവിടെ ചെന്നിട്ട് നമ്മൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് കൊണ്ടും പല ആൾക്കാരടുത്തും സംസാരിച്ച് ഞാൻ മനസ്സിന് നല്ല കരുത്ത് ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പം ഞാൻ അത് വലിയ ധൈര്യം സംഭരിച്ച് അത്ഭുതം എന്ന് പറയട്ടെ ഗൈസ്, ഞാൻ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് അന്ന് കാഴ്ചവെച്ചു. മെയിനായിട്ട് എന്താണെന്ന് അറിയാമോ, എനിക്ക് മനസ്സിലായി നല്ലപോലെ ഫുഡ് കഴിക്കണം. അല്ലെ, തണുപ്പാകുമ്പോൾ ഒന്നാമത് നമ്മുടെ ബോഡി ഭയങ്കര പ്രോട്ടീൻസ്, ഞാൻ അതിന് തലേദിവസം ചിക്കനൊക്കെ അട്ടിച്ച് കയറ്റി അന്ന് രാവിലെ എന്തൊക്കെയോ കുറേ ഫുഡൊക്കെ കഴിച്ച് ശരീരം നല്ല ചൂടാക്കി വെച്ച് അന്ന് അപ്പം എനിക്ക് ആദ്യത്തെ ദിവസം ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര വീക്കായിരുന്നു തോന്നുന്നു, വിശക്കൊക്കെ ആയിരുന്നു, എന്താണെന്ന് അറിഞ്ഞോ, നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ മൊത്തത്തിലെ ആ ഒരു കുറച്ച് ഡിപ്രസ്ഡ് ആൻഡ് കോൺഫിഡൻറ്റ് ഇല്ലാത്തൊരു ഫേസിലായിരുന്നു. ഈ പ്രഗ്നൻസി ഇഷ്യൂസ് അതൊക്കെ ആയിരിക്കാം. എന്നിട്ട് ഈ സമയത്ത് പറയട്ടെ, എന്നിട്ട് ഞാൻ ഇതിന്റെ വീഡിയോ എൻ്റെ കയ്യിൽ ഇല്ലെന്ന് തോന്നുന്നു, ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെക്കാം. സ്കീ ചെയ്ത ഒരു ചെറിയ ഹില്ലിൽ കൂടെ ഒരു കുറേ ദൂരം ഞാൻ ഇങ്ങനെ സ്കീ ചെയ്ത് വന്നു. പിന്നത്തെ ഞാൻ പോയ സമയത്ത് ഞാൻ ക്ലാസ് തന്നെ എടുത്തു ഒരു അപ്പൂപ്പൻ്റെ അടുത്ത്. എന്നിട്ട് ക്ലാസ് എടുത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കതങ്ങനെ നാക്ക് കിട്ടുന്നില്ല ഗൈസ്. അതായത് താഴോട്ടിറങ്ങുന്ന സെറ്റ് ഒരുവിധം ഓക്കെ ആയി, ബട്ട് അപ്ഹില്ലിങ്ങനെ നടക്കും, അതെനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ്, ഇപ്പോഴും അറിഞ്ഞൂടാ. അതിന് ഒന്നും കൂടെ ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ ഇനി എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെയൊക്കെ ആളുകൾ ഗുൽമാർഗിലൊക്കെ പോകണുണ്ടെന്ന് കേൾക്കാം, പക്ഷെ പറഞ്ഞിട്ട് CPക്ക് ഒരു താല്പര്യമില്ല അവിടെ പോകാൻ. അവിടെ പോയിട്ട് ഇവിടെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് മൈൻഡും ഇല്ല. എന്തായാലും നമുക്ക് പറ്റുകയാണെങ്കിൽ ഈ ഏപ്രിലൊന്ന് പോയിട്ട് സ്കീയിങ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കത്തെ സെഷനിൽ സ്വന്തമായിട്ട് സ്കീയിങ് ചെയ്തത്. നമ്മളിങ്ങനെ സ്കീ ലിഫ്റ്റിൽ കയറി മേളിൽ പോകണം, എന്നിട്ട് കേബിൾ കാർ പോലത്തെ സാധനം, എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ചറക്കി ഇങ്ങനെ ഇറങ്ങി വരണം. തലയും കുത്തനെ വീണ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെക്കാം. പക്ഷെ സ്റ്റിൽ ഞാൻ കുറേ ദൂരം പോയി എന്നിട്ട് ചറക്കി അടിച്ച് വീണ. എൻ്റെ കൂടെ CP അല്ല, വേറൊരു ഫ്രണ്ടാണ് വന്നത്. അപ്പോൾ താങ്ക്സ് ടു മൈ ഫ്രണ്ട്. ആ വീഡിയോ ആ പുള്ളിക്കാരില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് കാണിക്കാൻ പറ്റൂലായിരുന്നു. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് ദാറ്റ് മൊമെന്റ്, യുനോ. കാരണം എനിക്ക് ഇങ്ങനത്തെ ഞാൻ കുറച്ച് ഇങ്ങനെ അഡ്വഞ്ചറസ് സാധനങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഗൈസ്. ഈ ഒരിടത്ത് ഇരുന്ന് ഇങ്ങനെ കുറേ സാധനങ്ങൾ പഠിക്കുന്നതിനെക്കാട്ടി എനിക്ക് ഈ സ്വിമ്മിങ്, സ്കീ അങ്ങനത്തെ കുറച്ച് ഇങ്ങനെ ഫിസിക്കലി ഉള്ള സാധനങ്ങൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. എന്തുകൊണ്ടോ ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ടായിരിക്കാം പണ്ടേ. അപ്പം അതാണ് എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത്. അതാണ് സത്യം പറഞ്ഞാൽ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. അതിനുവേണ്ടി മാത്രം ഗുൽമാർഗിൽ ട്രിപ്പ് വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കാതില്ല. പക്ഷെ റിയനെ എനിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവൾക്ക് കുറച്ച് പേടിയൊക്കെയാണ്. ആ ഒരു പ്രെപ്പ് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ കോവിഡൊക്കെ ആയി, പിന്നെ പോകാനൊന്നും പറ്റിയില്ല. പക്ഷെ അവനെ 2 തവണ പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ട്. ഒരുവിധം കുറച്ചൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇനി അവിടെ ഇങ്ങനെ ഓരോ വിന്റർ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ക്ലാസ്സസിനൊക്കെ പോയി ഓരോരോ ലെവലൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോ പിള്ളേർ ഓരോ ലെവല്, സ്നോ ബോർഡിങ് ഉണ്ട്, മറ്റേ സ്കീയിങ്, അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. എന്ത് ചെയ്യാം, കുഴപ്പമില്ല. ഇവിടുത്തെ ലൈഫാണല്ലോ ഇപ്പം നമുക്ക് കംഫർട്ടബിൾസ്. ബട്ട് ഇതിങ്ങനെ യൂട്യൂബിൽ കഥ പറയാൻ വേണ്ടിയുള്ളൊരു സംഭവം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ആ ലൈഫ് അങ്ങനെ ഇരിക്കട്ടെ. ഇനി എപ്പോഴെങ്കിലും നമുക്ക് ആ ലൈഫ് ലിവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയും നമുക്ക് വീഡിയോസിൽ കൂടെ ലൈവായിട്ട് ഇതൊക്കെ കാണാം. അപ്പൊ എന്തായാലും ഇതിന് നമുക്ക് പാർട്ട് 2 ഉണ്ടോ എന്നൊന്നും അറിഞ്ഞൂടാ. എനിക്ക് പറ്റുന്ന ഒരുപാട് ലെങ്തി ആവാതിരിക്കാൻ വേണ്ടി ഞാൻ കുറെ പാർട്സ് ഒക്കെ ചുരുക്കത്തിലാണ് ഇങ്ങനെ പറഞ്ഞ് കുറെ ഫോട്ടോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യത്തെ വീഡിയോ എടുക്കാനേ പറ്റൂലല്ലോ. ഇത് പിന്നെ 2ാമത്തെ പ്രാവശ്യം ധൈര്യം സംഭരിച്ച് ഇതിന് മേളിലെങ്കിലും കയറി നിന്നു. ആദ്യത്തെ പ്രാവശ്യം ഇതിന് കയറി നിന്നാലേ ബാക്കോട് ഭൂകോന്നും പറഞ്ഞ് വീടിലായിരുന്നു പരിപാടി. 2ാമത്തെ പ്രാവശ്യം അറ്റ്ലീസ്റ്റ് തന്നെ ഞാൻ പോണത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ തറയിൽ വന്ന് ലാൻഡ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഇത് CP എടുത്ത വീഡിയോ തന്നെ. താഴെ വരെ എത്തി വീണോ ആളാൾ പതുപോകാന്ന് പറഞ്ഞ വീണ കണ്ടില്ലേ, അത് ഞാൻ തന്നെ. ഇത് വേറൊരാൾ സൈഡിൽ കൂടെ പോയപ്പം പേടിച്ച് എനിക്ക് ബ്രേക്ക് പിടിക്കാൻ അറിഞ്ഞൂടല്ലോ. പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്ക് റിയയ്ക്ക് 1 വയസ്സ് പോലും ആയില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ അത് 2ാമത്തെ പ്രാവശ്യം ചെയ്തതിൻ്റെ അത്ര ഒത്തില്ല ഗൈസ്. എന്താണെന്ന് അറിഞ്ഞൂടാ, മേ ബി മനസ്സും ശരീരവും ഒക്കെ ഒന്ന് തളർന്നിരിക്കുകയായിരിക്കും. തള്ളിയിട്ട് കഷ്ടപ്പെട്ട് ഒരു സ്ഥലം വരെ എത്തി. ഇപ്പം ആ മൂക്കുടിച്ച് മുതുകോന്നും പറഞ്ഞ് വീണ് കാണാം. ഇപ്പം ചെയ്തത് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. വേറെ കുറച്ച് ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ ചെറിയ സ്ഥലത്തുമാണ് ചെയ്തത്. ഞാൻ ഒട്ടും ഹൈറ്റ്സിലൊന്നും പോയില്ല. ഇപ്പം ഞാൻ റിയനെ ഈ സമയത്ത് കാറിലൊക്കെ ഉറക്കിയിട്ടാണ് പോയത്. അപ്പം അതിൻ്റെ ടെൻഷനും ഉണ്ട്. ഇനി വരാൻ പോകുന്ന ഈ വീഡിയോ ആണ് ഗൈസ് ഏറ്റവും ലാസ്റ്റത്തെ ഞാൻ ചെയ്ത സ്കീം. ഇപ്പോൾ ഞാൻ തന്നെ
ഇത് സ്കീഡോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഫ്രണ്ടാണ്. കുറച്ച് അത്യാവശ്യം ആത്മവിശ്വാസം സംഭരിച്ച് നല്ല രീതിയിൽ ചെയ്ത ഒരു സ്കീയിങ് ആണ്. അത്യാവശ്യം ഒരു ചെറിയ ഹില്ല് സ്കീ ലിഫ്റ്റിലൊക്കെ കയറി ഒരു ചെറിയ ഹില്ല് വഴി ഇറങ്ങി താഴെ പോയതാണ്. ഇതിലും പക്ഷേ ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്കും നോക്കുമ്പത്തി ഒരു സൈഡിലായ താഴെ റൈറ്റ് സൈഡിൽ താഴെ കുഴിയാണ്. അത് പേടിച്ചിടാതെ വീണ് കൊടുത്തതാണ്. അയ്യോ അത് പക്ഷെ നല്ല എക്സ്പീരിയൻസ് ഫണ്ണായിരുന്നു. ഇത് ഈ ലിഫ്റ്റിൽ കയറിയാണ് മേളിൽ പോയിട്ട് ഞാൻ ഇപ്പൊ ചെറുക്ക് താഴോട്ട് ഇറങ്ങിയത്. നേരത്തെ അടിപൊളിയായിട്ട് സ്കീ ചെയ്തത് ഞാനാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഫ്രണ്ട് വ്യൂ മറ്റൊരു ബാക്കിൽ കണ്ടു. എന്തായാലും കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കീയിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചന്തി അടിച്ച് വീണ് മൂട് ഭയങ്കര വേദനയാണെന്ന്. എന്തുകൊണ്ടും ഗൈസ് എനിക്ക് അത്രയ്ക്ക് തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പ്ലാൻ എന്ന് പറഞ്ഞാലും വീഴുന്നത് അതായിരിക്കും. ചിലപ്പം ചന്തി അടിച്ച് വീണാൽ നല്ല മുതുവേദനയായിരിക്കും കേട്ടോ. അതിലും CP എന്നെ പല മലയുടെ മേളിലൊക്കെ, ഈ മനുഷ്യനാണെങ്കിൽ എവിടെ ചെന്നാലും കുരുത്തക്കേട് മാത്രമേ കാണിക്കൂ. മലയുടെ മേളിൽ നിന്ന് താഴോട്ട് ചാടി. എനിക്കാണെങ്കിൽ ഈ CP ആയിട്ട് എവിടെയെങ്കിലും പോകാൻ പേടിയാണ്. ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. മറ്റേ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ബഞ്ചി ജമ്പിങ്, പിന്നെ മറ്റേ ആകാശത്ത് നിന്ന് താഴെ ചാടുന്നത്. എനിക്ക് ടെൻഷനാണ് ഗൈസ് ഈ CP കൊണ്ട് എവിടെയെങ്കിലും പോണത്. ഈ സ്കൂബ ഡൈവിംഗ് എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഫോൺ ഒരു വിവരം കാണും. നമ്മൾ ഫോൺ കുറേ നേരം കോൺടാക്ട് ഇല്ലല്ലോ. അപ്പം ഞാൻ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കും. അത് വേറൊരു പാർട്ട് ഓഫ് ദ സ്റ്റോറിയാണ്. അപ്പം എന്തായാലും ഇത്രയും നേരം എൻ്റെ ഈ ജീവിതഗാഥ കണ്ടുകൊണ്ടിരുന്ന എല്ലാ നല്ല എൻ്റെ പ്രേക്ഷകർക്കും 1000 ചുടുചുംബനങ്ങൾ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ്, ഫോളോ ബട്ടൺ അടിച്ച് കുത്തിപ്പൊട്ടിക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.